11 വയസ്സുകാരിയായ മകളെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഗുരുതര ലൈംഗികാതിക്രമണത്തിന് ഇരയാക്കിയ പിതാവിന് ട്രിപ്പിൾ ജീവപര്യന്തവും 20 വർഷം കഠിന തടവും 70,000 രൂപ പിഴയും വിധിച്ച് കോടതി. പിഴ ഒടുക്കാത്ത പക്ഷം 7 മാസം കൂടി കഠിന തടവും പ്രതി അനുഭവിക്കണം. പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടേതാണ് വിധി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും ബാലനീതി നിയമത്തിലെയും പ്രസക്ത വകുപ്പുകൾ പ്രകാരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി 3 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരം നൽകാനും വിധിയിൽ പരാമർശമുണ്ട്. പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജില്ലാ ജഡ്ജ് TD ബൈജു ആണ് ശിക്ഷ വിധിച്ചത്. 11 വയസ്സുകാരിയായ മകളെ പലതവണ ബലാത്സംഗത്തിനും പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനും ഇരയാക്കിയ 41-കാരനായ പിതാവിന് പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ട്രിപ്പിൾ ജീവപര്യന്തവും 70,000 രൂപ പിഴയും കൂടാതെ 20 വർഷം കഠിന തടവിനും പിഴ ഒടുക്കാത്ത വർഷം 7 മാസം കൂടി കഠിന തടവിനും ശിക്ഷ വിധിച്ചു. കുന്നിക്കോട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് കേസിനാസ്പദ സംഭവം നടന്നത്. 2019-2020 കാലഘട്ടത്തിലാണ് മകളെ പിതാവ് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. കുന്നിക്കോട് പോലീസ് അന്വേഷിച്ച് ഫൈനൽ റിപ്പോർട്ട് കൊടുത്ത കേസാണ്. ഇതിൽ പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി TD ബൈജു അദ്ദേഹമാണ് 3 ജീവപര്യന്തവും 20 വർഷം കഠിന തടവും 70,000 രൂപ പിഴയും വിധിച്ചിട്ടുള്ളത്. കൂടാതെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഇരയായ കുട്ടിക്ക് 3 ലക്ഷം രൂപ നൽകാനും വിധിന്യായത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുടർന്ന് ശാരീരിക അസ്വസ്ഥതകൾ കാണിച്ച കുട്ടിയെ ആദ്യം കുന്നിക്കോടിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ അവശതയിൽ സംശയം തോന്നിയ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ കുട്ടിയോട് കാര്യങ്ങൾ ആരാഞ്ഞപ്പോഴാണ് കുട്ടിയെ പിതാവ് ലൈംഗികമായി ഉപദ്രവിച്ച കാര്യം തുറന്നു പറയുന്നത്. തുടർന്ന് ഡോക്ടർ പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് കുന്നിക്കോട് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന PJ മുബാറക് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് കുന്നിക്കോട് പോലീസ് ഇൻസ്പെക്ടറായ KP വിനോദാണ് അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. കേസിൽ 20 സാക്ഷികളെയും 27 രേഖകളും പ്രോസിക്യൂഷൻ ഭാഗം തെളിവായി കോടതിയിൽ ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജിത്താണ് കോടതിയിൽ ഹാജരായത്. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.